ദേശീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ ഇതാദ്യമായാണ് ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ 1 മണിക്കൂർ നിമിഷം നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണമായ ആത്മാർത്ഥതയോടും കൂടി ക്രൂശിതനായ കർത്താവിലേക്ക് നമ്മെ തന്നെ ഇപ്പോൾ സമർപ്പിക്കാം. ഈ നിമിഷം നമുക്ക് പരസ്പരം നമുക്ക് നോക്കേണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിലേക്കാണ്. ആ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഫ്രാൻസിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് തേസേ. 2ാം ലോക മഹായുദ്ധകാലത്ത് മുറിവേറ്റവരെയും യഹൂദരെയും ശുശ്രൂഷിക്കാനും സംരക്ഷിക്കുവാനുമായി 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് സ്വിറ്റ്സർലൻഡിൽ നിന്നും തേസയിലേക്ക് വന്നു. അദ്ദേഹമാണ് ഇന്ന് ലോകപ്രസിദ്ധനായ ബ്രദർ റോജർ. അദ്ദേഹം ആരംഭിച്ച കമ്മ്യൂണിറ്റിയാണ് തേസേ കമ്മ്യൂണിറ്റി. അനുരഞ്ജനമാണ് റോജർ ലക്ഷ്യം വയ്ക്കുന്നത്. ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള അനുരഞ്ജനം, അതിന് തേസേ കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നു. വിഭജിത ലോകത്തിൻ്റെ മുറിവുകളക്കാൻ ദൈവവിളി കിട്ടിയ ഐക്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സന്ദേശം പേരുന്ന സമൂഹമാണ് തേസേ കമ്മ്യൂണിറ്റി. ഈ സമൂഹത്തിൽ ഇന്ന് വ്രതബദ്ധരായ 100ഓളം സഹോദരന്മാരുണ്ട്. പ്രാർത്ഥന, പഠനം, പ്രവർത്തനം, വിവിധ ശുശ്രൂഷകൾ മുതലായവയാണ് അവരുടെ ജീവിതശൈലി. അനുരഞ്ജന ദേവാലയത്തിൽ ഓരോ ദിവസവും 3 തവണ അവർ പ്രാർത്ഥന നടത്തുന്നു. ഇതിൽ പങ്കെടുക്കാനും കമ്മ്യൂണിറ്റി ജീവിതത്തിൽ ഭാഗമാകാനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് യുവജനങ്ങൾ ആഴ്ചതോറും തേസയിൽ എത്തുന്നു. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ലളിത ജീവിതമാണ് സഹോദരന്മാർ നയിക്കുന്നത്. അഷ്ടഭാഗ്യങ്ങളുടെ ആധ്യാത്മികതയായ ദേവാശ്രയത്വം, കരുണ, സന്തോഷം, സ്നേഹം, ലാളിത്യം മുതലായ മൂല്യങ്ങളാണ് അവരെ നയിക്കുന്നത്. തേസേ പ്രാർത്ഥന സുവിശേഷ അധിഷ്ഠിതമാണ്. ഗാനശകലങ്ങൾ ഭജൻ മാതൃകയിൽ ആവർത്തിച്ച് ഉരവിടുന്നു. സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുന്നു. ഇടയ്ക്ക് ദീർഘമായ മൗനവുമുണ്ട്. താളാത്മകമായി ഹൃദയസ്പർശിയായി പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഉരവിടുന്നു. പൗരസ്ത്യ ക്രിസ്ത്യാനികൾ ഒരു കാലത്ത് പരീക്ഷിച്ചിരുന്ന യേശു പ്രാർത്ഥനയോട് സദൃശ്യമാണിത്. ദീർഘനേരം ലയിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അവാച്യമായ ആനന്ദവും സമാധാനവും നമ്മുടെ അന്തരാത്മാവിലേക്ക് ഒഴുകി വരുന്നു. കുരിശുചുംബനത്തിലൂടെയോ കത്തിച്ച തിരികളോടെയോ പ്രാർത്ഥന സമാപിക്കുന്നു. ജീവദായകനേ
കർത്താവാണ് നിന്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എടുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 15-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്നെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയ ഫലം പുറപ്പെടുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്നും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ വചനം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചനഭാഗമാണ് നാം ഇന്നിവിടെ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് മുന്തിരിച്ചെടി ശാഖകൾ എന്നാണ്. നമുക്കറിയാം, മുന്തിരിച്ചെടി കണ്ടിട്ടുള്ളവരാണ് എല്ലാവരും കണ്ടിട്ടുണ്ട്. മുന്തിരിച്ചെടിയുടെ ശാഖകളിലാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളും മുന്തിരിയുടെ ചെടിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവപിതാവിൽ ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മിൽ ഫലം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്നത്. അതിനുപരിയായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹത്തിൽ പങ്കുപറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വചനം പ്രകാരമാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിൽ ഒരു വലിയൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് ദൈവം ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത്. എങ്ങനെയാണ്? സ്നേഹത്തിൽ നിന്നാണല്ലേ. സ്നേഹത്തിൽ നിന്നാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലിനെ കുറിച്ചാണ്. എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു വരുന്നത്? ഒരിക്കലും വെറുതെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന് ഇങ്ങനെ വരാൻ തോന്നി അങ്ങനെ വന്നതല്ല. തീർച്ചയായിട്ടും പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു ഫലമായിട്ടാണ്, അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇനി ഈ നമുക്കറിയാവുന്നതുപോലെ ഓരോ സൃഷ്ടിയും, നമ്മളടക്കമുള്ള സൃഷ്ടവസ്തുക്കളെല്ലാം തന്നെ സൃഷ്ടമായിട്ട് വരുന്നത്, പിതാവ് സൃഷ്ടിച്ചു വിടുന്നത് എന്നുള്ളത് ഈ സ്നേഹത്തിൽ നിന്നും തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പ്രസംഗം പറയുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പിതാവായിട്ടുള്ള ദൈവം ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നത്? ആരോടുള്ള സ്നേഹത്തെ പ്രതിയാണ്? പുത്രനായ
ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ലോകം മുഴുവനും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനെ അത്രമാത്രം സ്നേഹിച്ചു. ആ പുത്രനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ലോകം മുഴുവനും, നാം അടക്കമുള്ള എല്ലാവരെയും പിതാവായ ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും സ്നേഹത്തിന് ഒരു വലിയ വില തന്നെയാണ്, വലിയൊരു മൂല്യം തന്നെയാണ് പിതാവായ ദൈവം നൽകുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് പ്രകാരമാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. തീർച്ചയായിട്ടും പിതാവിന്റെ ഇംഗിതമാണ് പുത്രനായ ദൈവം നടപ്പിലാക്കിയത്. സ്വന്തം ജീവൻ പോലും കുരിശിലെ കയറ്റാൻ തക്കവിധം ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് അവിടുന്ന് താല്പര്യം കാണിച്ചു. ആ ഒരു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ പുത്രനെ പോലെ പുത്രന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടാണ് പലപ്പോഴും നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക് ക്രിസ്തുവിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഇംഗിതം നിറവേറ്റാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവന്റെ ഇഷ്ടത്തിൽ മാത്രം നിലനിൽക്കാനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ എന്ത് പറഞ്ഞു അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം ആയിരിക്കേണ്ടത്. അത് തന്നെയാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇപ്രകാരമാണ്: ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഏറെ പ്രധാനമായിട്ടുള്ള ഒരു വചനമാണ് ഇതിനെ തുടർന്ന് വരുന്നത്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കുരിശില് നമ്മൾ കാണുന്നത്. അത്രത്തോളം തന്നെ സ്വന്തമായിട്ട് താഴ്ത്തിക്കൊണ്ട് സ്വന്തം ജീവനെ ഇപ്രകാരം ഒരു കുരിശില്, ഈ ഭോഷ്കിന്റെ കാരണമായിട്ടുള്ള ഇത്തരമൊരു കുരിശില് യേശുനാഥൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സ്നേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇതിനേക്കാളും വലുതായിട്ട് ഇത്രത്തോളം എത്തിയില്ലെങ്കിൽ തന്നെ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ സ്നേഹം നമ്മൾ നൽകേണ്ടതാണ്. നമ്മുടെ അയൽക്കാരനാകട്ടെ, നമ്മുടെ കൂടെയുള്ളവരാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പാകട്ടെ, എല്ലാവരോടും ഇത്തരത്തിലുള്ള ഒരു സ്നേഹം പകർന്നു നൽകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കുരിശോളം നമ്മുടെ സ്നേഹം എത്തിയില്ലെങ്കിലും, അത്രത്തോളം നമ്മുടെ സ്നേഹം ഉയർന്നു വന്നില്ലെങ്കിലും, കുഞ്ഞു കുഞ്ഞു സ്നേഹമുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്നേഹത്തിന്റെ ഒരു ബഹിസ്ഫുരണം കൊണ്ട് നമ്മളെപ്പോഴും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹം നമ്മുടെ സമൂഹത്തിൽ മുഴുവനും, നമ്മുടെ ഈ കുടുംബങ്ങളിലൊക്കെ മുഴുവനും നൽകേണ്ടവരാണ് യുവാക്കളായിട്ടുള്ള നാം ഓരോരുത്തരും. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുകയും വേണം. ഇനി 13-ാമത്തെ വാക്യത്തിന് പ്രകാരം പറയുന്നുണ്ട്: സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്ന്. തീർച്ചയായിട്ടും ക്രിസ്തുനാഥൻ ഞാൻ പറഞ്ഞതുപോലെ കുരിശിൽ തൂങ്ങി മരിച്ചുകൊണ്ട് ആ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. ആ മാതൃക അനുസരിച്ചാണ് നാം മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ തന്നെ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവൻ നമ്മൾ ബലികഴിക്കേണ്ടത്. പ്രത്യേക നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂടപ്പിറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവൻ ബലികഴിക്കേണ്ടത്. അതൊരിക്കലും ജീവൻ ഇപ്രകാരം കളഞ്ഞുകൊണ്ടുള്ള ബലിയായിരിക്കണം എന്നില്ല. പകരം നമ്മുടെ ചെറിയ ചെറിയ സാക്രിഫൈസസ് നമ്മൾ ചെയ്തുകൊണ്ട് ഇപ്രകാരം ബലിയർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ചിലപ്പോൾ നമ്മുടെ സമയം ബലികഴിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ബലികഴിപ്പിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ബലികഴിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഈ സ്നേഹം, ഈ ആത്മാർത്ഥത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണം എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു കൽപ്പന ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന്
ദാസന്മാർ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്നാൽ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ രക്ഷാകര ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തു നൽകുന്നത്. രക്ഷാകര സന്ദേശത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ പുത്രനായ ദൈവം തൻ്റെ സ്നേഹം വഴി, തൻ്റെ പ്രവൃത്തികൾ വഴി പിതാവായ ദൈവത്തെ നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. ആ വെളിപ്പെടുത്തലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വസ്തുത പ്രകാരമാണ് പിതാവ് പഴയ നിയമത്തിൽ കാണുന്നത് പോലെ ദുഷ്ടനായിട്ടുള്ള ദൈവമല്ല, അല്ലെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുന്ന ദൈവമല്ല, പകരം സ്നേഹത്തിന്റെ ദൈവമാണ് എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് കരുണയാണ് എന്നുള്ളതാണ് പുത്രനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രിയമുള്ളവർ, ഈ ഒരു ബോധ്യത്തിന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ഈ ഒരു വെളിപ്പെടുത്തലിന് നമ്മുടെ ജീവിതവും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഇനി അവസാനമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു നമുക്ക് ഒരു കൽപ്പന നൽകുന്നുണ്ടല്ലേ? ക്രിസ്തു നൽകുന്ന ആ കൽപ്പന ഇപ്രകാരമാണ്. 17-ാം വാക്യത്തിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാണ് പറയുന്നത്? ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനാണ് പറയുന്നത്. അതിൽ കുറവ് ചെയ്യാനും പറയുന്നില്ല, അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനും പറയുന്നില്ല. പകരം ക്രിസ്തു നമ്മളെ പ്രകാരം സ്നേഹിച്ചു, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഈ ഒരു പ്രാർത്ഥന മധ്യേ, ദേശീയ പേരുടെ ഈ ഒരു പ്രാർത്ഥന മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വിളങ്ങാൻ വേണ്ടിയിട്ട് ആ സ്നേഹം വഴി മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയണം, ഇവൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന് നമ്മളെ കണ്ടിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നഷ്ടത്തിലെ തിരുക്കുടുംബത്തിന് അങ്ങ് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ ഞങ്ങൾ മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കാനുള്ള കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പഠന സാഹചര്യങ്ങളെയും ജോലി സാഹചര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഉത്കണ്ഠയുടെയും നിരാശയുടെയും കുറ്റപ്പെടുത്തലുകളുടെയും വേദനയുടെയും അനുഭവങ്ങൾ പലപ്പോഴും ഞങ്ങളെ അവിടെ കാത്തിരിക്കുന്നു. സ്നേഹനാഥ, അപ്പോഴെല്ലാം അങ്ങയുടെ കരുതലിലും സംരക്ഷണത്തിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെ ഉറവിടനായ ഈശോയെ, ഞങ്ങളുടെ പഠനത്തെയും പരീക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജ്ഞാനത്താലും ബുദ്ധിയാലും നിറച്ച് പഠനത്തിൽ ഉന്നത വിജയം നേടുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ജഡികാസക്തികൾ, മോഷണം മുതലായ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇടപെടണമേ. സ്വീകരിച്ചാലും പ്രഭോ
യുവജനങ്ങളെയും തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ കരുതലിലും സ്നേഹത്തിലും അഭയം പ്രാപിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. ഈശോയെ, ഞങ്ങളെ അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ എല്ലാ ഗുരുക്കന്മാരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, രോഗാവസ്ഥയിൽ വേദന അനുഭവിക്കുന്ന എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വേദനകളിലും നിരാശയുടെ നിമിഷങ്ങളിലും അങ്ങ് ആശ്വാസമായി എത്തണമേ. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും.
തിരുസഭയ്ക്ക് പുതുജീവൻ ലഭിക്കാനും അങ്ങേ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ സമാധാനത്തിൻ്റെയും നീതിയുടെയും വഴിയിലൂടെ നയിക്കണമേ. കർമ്മശേഷിയും ജ്ഞാനവും നീതിബോധവും ഞങ്ങളുടെ ഭരണ നേതാക്കൾക്ക് അങ്ങ് നൽകണമേ. അവർ സമാധാനവും സൗഹൃദവും മനുഷ്യമഹത്വവും മതസൗഹാർദ്ദവും മുൻനിർത്തി രാജ്യത്തെ നയിക്കട്ടെ. ദരിദ്രരും പീഡിതരും അവഗണിക്കപ്പെട്ടവരും ആശ്വാസം കണ്ടെത്തുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുവാൻ അങ്ങേ ആത്മാവ് അവരെ പ്രചോദിപ്പിക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവരാജ്യത്തിനായി തങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവഹൃദയങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അങ്ങേ വിളിച്ചവരെ വിശുദ്ധ ജീവിതത്താലും ധൈര്യത്താലും ശക്തിപ്പെടുത്തണമേ. വൈദിക പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും വഴിയിലൂടെ അങ്ങ് നയിക്കണമേ. അവർ ഉറപ്പുള്ള വിശ്വാസത്താൽ ആഴപ്പെടാനും പരിശീലന കാലത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുമുള്ള ധൈര്യം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കരുണാനിധിയായ ദൈവമേ, രോഗത്താലും വേദനയാലും ഏകാന്തതയിലും ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം നീ സ്നേഹം കൊണ്ട് കാണണമേ. രോഗികൾക്ക് ആരോഗ്യവും മനഃശാന്തിയും അങ്ങ് നൽകണമേ. ഉത്തരവാദിത്തമുള്ള കൈകൾക്കും കരുണയുള്ള ഹൃദയങ്ങൾക്കും അങ്ങ് താങ്ങായി നിൽക്കണമേ. ആരാലും പരിചരിക്കപ്പെടാതെ കഴിയുന്നവർക്കായി കരുണയുടെ ഹൃദയങ്ങളെ സഹായഹസ്തങ്ങളിൽ സമൂഹത്തിൽ ഉയർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി സർവശാന്തിയുടെയും ഉറവിടമായ ദൈവമേ, വിശ്വാസത്തിന്റെ അടയാളത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയവരുടെ ആത്മാക്കളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് നീ നിത്യവിശ്രാന്തിയും സ്വർഗാനുഭവവും നൽകണമേ. അവരുടെ ജീവിത സാക്ഷ്യവും നല്ല മാതൃകകളെയും ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. അങ്ങേ അനന്ത കരുണയിൽ അവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രിയമുള്ളവരെ, ഇനിയുള്ള ഒരു 5 മിനിറ്റ് സമയം നമ്മൾ മൗന പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ആരോടും പങ്കുവയ്ക്കാൻ കഴിയാതെ നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന വിഷമങ്ങൾ എല്ലാം ഈ സമയം ക്രൂശനായ യേശുവിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് മൗനത്തോടെ പ്രാർത്ഥിക്കാം.
പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മൾ കുരിശു ചുമതലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം ഓരോരുത്തരും മുന്നോട്ട് വന്ന് ക്രൂശിതനായ യേശുവിന്റെ രൂപത്തെ നോക്കി കുമ്പിട്ട് മടങ്ങി പോകാനായി പ്രത്യേകം ശ്രമിക്കുക. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത് അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത് അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും. ഹൃദയം
ശേഷം മറ്റുള്ളവരിലേക്ക് നമ്മൾ ആ പ്രകാശത്തെ പകർന്നു കൊടുക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ കയ്യിലുള്ള വെള്ളിനിധികൾ പരസ്പരം കൈമാറാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിൽ അയക്കുന്ന വെള്ളികൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ക്രൂശിതനായ ദൈവത്തിന്റെ അടുത്തേക്ക് മുന്നോട്ട് വരാനായി പ്രത്യേകം ശ്രദ്ധിക്കുക.
ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാനം സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ഫലങ്ങളിലെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം മാറാതെന്നാലും അങ്ങൻ മുൻപേ പോയ അയലവിലെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ
ും